Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 3 ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇത് സോളോ ലെവലിംഗ് അല്ല, സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ സോളോ ലെവലിംഗിന്റെ 2 സീസൺ, ആനിമയുടെ 2 സീസണും ബാക്കിയുള്ള മാൻഹയുടെ 3 സീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അതും കണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം സോളോ ലെവലിംഗ് റാഗ്നറോക്ക് കാണാൻ തുടങ്ങാൻ. സോ ഇതുപോലത്തെ മാൻഹോ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോസിനായി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം നിങ്ങൾ പലരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് സുഹോ പറയുന്നുണ്ട്, സോ ഇതാണല്ലേ ഷാഡോ ഡഞ്ചനേക്കാൾ കൂടുതൽ ഇത് ഏതോ ഒരു റോയിൻ സിറ്റി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈ സ്ഥലം വളരെയധികം ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അവൻ നോക്കാൻ നേരത്ത് അതൊരു ക്വസ്റ്റ് സർവൈവലായിരുന്നു. അടുത്ത 4 മണിക്കൂർ അവൻ സർവൈവ് ചെയ്യണം. അവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, ഞാൻ ഇത്ര മണിക്കൂർ സർവൈവ് ചെയ്യണമെന്നാണോ ഇവർ പറയുന്നത്? അപ്പോൾ ബെറും പറയും ചെയ്യും, യങ് മാസ്റ്റർ ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം, എന്തായാലും ഗാർഡ് അപ്പ് ചെയ്തോ, കാര്യം ഇപ്പം തന്നെ ട്രയൽ തുടങ്ങുന്നതായിരിക്കും. എന്ത് ട്രയലോ? അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു ഗോബ്ലിൻ അവൻ്റെ പുറകിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സുഹോ ഒരു കിക്ക് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു പോയി. അവൻ നോക്കാൻ നടത്ത് അതൊരു ഗോബ്ലിൻ സ്കൗട്ടായിരുന്നു. അതൊരു സ്കൗട്ടാണ്, അതിനർത്ഥം അവൻ്റെ കൂട്ടുകാരി ഇവിടെ തന്നെ കാണും. അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ കോമ്രേഡ്സിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലണം. യങ് മാസ്റ്റർ ഒന്ന് സൂക്ഷിച്ച് വേണം, ഗോബ്ലിൻസ് വീക്കാണ്, പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവന്മാർ ഇച്ചിരി സീനാണെന്ന് പറയുന്നിടത്ത് സുഹോ പറയുന്നുണ്ട്, പേടിക്കേണ്ട, അവൻ്റെ പേര് വൈഡിലാണുള്ളത്. അതിനർത്ഥം ഒന്നെങ്കിൽ ഞാനും അവനും ഒരേ സ്ട്രെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെക്കാട്ടും വീക്കറായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് ഒരു കില്ലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആക്സ് എടുത്ത് ആ ഗോബിളിൻ്റെ തലയിലേക്ക് അടിച്ച് കയറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ, എന്നെക്കാട്ട് സ്ട്രോങ്ങർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തലയുടെ ഫ്രണ്ടിൽ ഒരു കളർ കാണും. പക്ഷെ പെട്ടെന്ന് അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കാത്ത അവിടെ മറ്റൊരു സ്കൗട്ട് ഗോബിളിനുണ്ടായിരുന്നു. അവനാട്ടെ ആ ഒരു സാധനം യൂസ് ചെയ്ത് അവൻ കോമറേഴ്സിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. സുഹോ പറയുന്നുണ്ട്, കോപ്പ്, അപ്പോൾ വേറൊരുത്തരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഈ ടൈമിൽ തന്നെ ഇഷ്ടം പോലെ ഗോബ്ലിൻസ് നമ്മുടെ സുഹോൻ്റെ ചുറ്റിനും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ സുഹോ പറയുന്നുണ്ട്, അല്ല നീ എന്നെ ഹെൽപ്പ് ചെയ്യൂലേ? പിന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും വീക്കാണ്, എനിക്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഡൗട്ടില്ല. അതിനർത്ഥം നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ലേ? ഈ സെക്കൻഡിൽ തന്നെ ബാക്കിയുള്ള ഗോബ്ലിൻസ് നമ്മുടെ സുഹോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ സുഹോ പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ഒരു പവർ യൂസ് ചെയ്ത് ദൂരത്തുണ്ടായിരുന്ന ഒരു ആക്സ് അവൻ വലിച്ചെടുത്തിട്ട് എല്ലാത്തിനും തല അങ്ങോട്ട് വെട്ടിക്കളയും. ഈ സ്കിൽ എന്തായാലും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഇതൊരു ഇൻവിസിബിൾ ഹാൻഡ് പോലെ എനിക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സംഭവം മനസ്സിലായല്ലോ, അത് റൂളേഴ്സ് അതോറിറ്റിയാണ്. പെട്ടെന്നായിരുന്നു അവൻ്റെ നേരെ ഒരു അറ്റാക്ക് വരുന്നത്. പക്ഷേ അത് അവൻ കൈകൊണ്ട് പിടിച്ചിട്ട് പറയുന്നുണ്ട്, സോ ഇവിടെ ചേസ് കൊണ്ടല്ലേ? എന്നിട്ട് എൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് ഒരു 50 മില്യൺ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഗോബിളിനെ തിരിച്ച് അവൻ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് കാണുന്ന ബെറു പറയുന്നുണ്ട്, യങ് മാസ്റ്ററിൻ്റെ അഡാപ്റ്റബിലിറ്റി റിയലി അമേസിംഗ് ആണ്. പുള്ളിക്കാരൻ ജനിച്ചപ്പോൾ തന്നെ ഈ റൂളേഴ്സ് അതോറിറ്റി മാക്സ് ആയിക്കൊണ്ടാണ് വന്നത്. മൊണാക്സിൻ്റെ പവർ എല്ലാം പുള്ളിക്കാരൻ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പവേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മേത്ത് നിന്ന് അതെല്ലാം സീൽ ചെയ്ത് വെക്കേണ്ടി വന്നു, ഒരു പീസ്ഫുള്ളായുള്ള ഒരു ലൈഫ് കിട്ടാൻ. പക്ഷേ ഇപ്പോൾ ഇന്ന് ഇറ്റാറംസ് ഇവിടേക്ക് വരാൻ നിർത്ത് സുഹോനെക്കാട്ടും മികച്ചത്, അതായത് എൻ്റെ യങ് മാസ്റ്ററിനെക്കാട്ടും മികച്ചത് ആരുണ്ട് ഈ ഭൂമിനെ രക്ഷിക്കാനായിട്ട്? അവൻ്റെ റൂളേഴ്സ് അതോറിറ്റി ഇപ്പോൾ ലെവലപ്പ് ആയിട്ടുണ്ട്. നിലവിലിപ്പോൾ 10 കിലോയുള്ള സാധനം വരെ അവന് പൊക്കാൻ സാധിക്കും. ഈ സമയത്താണ് പുറകിൽ കൂടെ ഒരു ഗോബ്ലിൻ അവനെ അറ്റാക്ക് ചെയ്തത്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഗോബ്ലിൻ്റെ തല അവൻ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. യങ് മൊണാർച്ച്, എന്തെങ്കിലും പറ്റിയോ? ഈ സമയത്താണ് മറ്റൊരു ഗോബ്ലിൻ അവിടേക്ക് വരുന്നത്. ഇവൻ വരുന്ന കാണുന്നത് തന്നെ എല്ലാവരും മാറിപ്പോവും. കാര്യം അവൻ കുറച്ച് സീനായിരുന്നു. അവൻ്റെ പേര് തന്നെ മഞ്ഞ കളറിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ സുഹോൻ്റെ ലൈഫ് കുറഞ്ഞിട്ടുണ്ട്, 190 നിന്ന് 160 മാറി. അവൻ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് ആ കത്തി എടുത്ത് ആ ഒരു ഗോബിളിൻ്റെ നേരെ എറിയുവാണ്, അതായത് നേരത്തെ വന്ന. എന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് ആ ഒരു കത്തി കുത്തി കയറുന്നുണ്ട്. പക്ഷേ അത് കഴിയുമ്പോഴാണ് അവൻ പറയുന്നത്, ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത്. ഇത്ര നാൾ ജീവിച്ച് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ ഇതിലും നന്നായിട്ട് എൻജോയ് ചെയ്ത മറ്റൊരു നിമിഷമില്ല. ഗോബ്ലിൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായിരുന്നു. അവരെല്ലാവരും റാപ്പിഡായിട്ട് സുഹോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സുഹോയുടെ ലൈഫും നന്നായിട്ട് കുറയുന്നുണ്ട്. ഇപ്പം 118 ആയിട്ടുണ്ട്. പക്ഷേ ഓരോ അറ്റാക്ക് വരാൻ നേരത്ത് അവൻ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ലൈഫ് നന്നായിട്ട് കുറയുന്നുണ്ട്. കാര്യം അത്രത്തോളം ഗോബ്ലിൻസാണ് ഇവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. അങ്ങനെ ലൈഫ് 84 ആയി, 53 ആയി. ഓരോ അറ്റാക്ക് കഴിയുന്ന നേരത്ത് അവൻ്റെ ലൈഫ് കുറയുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു യുദ്ധം നടക്കുവാണ്. അവസാനം അവന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അവൻ്റെ സ്കിൽ എൻഡുറൻസ് ലെവലപ്പ് ആയിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് കുറേയധികം ഗോബ്ലിൻസ് ചത്ത് കിടക്കുന്നതാണ്. നമ്മുടെ സുഹമായിട്ട് അവിടെ കിടന്ന ഒരു കാറിൻ്റെ മുകളിൽ കയറിയിരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യങ് മൊണാർച്ച് അതെന്തായാലും
അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല താങ്കൾ ഇതുപോലെ ആകുമെന്ന്. എനിക്കല്ലെങ്കിൽ താങ്കൾ ഇത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് ഹെൽപ്പ് പോലും ചെയ്തില്ല എന്നാലോചിക്കണം. ഈ സമയത്ത് അവന് ആ റിവാർഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതും വരുന്നുണ്ട്. അങ്ങനെ അവനത് അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അതൊരു റൂയിൻ സ്റ്റോൺ ആയിരുന്നു. നമ്മുടെ പേര് പറയുന്നുണ്ട്. സോ യങ് മൊണാർച്ചിനും ഞങ്ങളുടെ മൊണാർച്ചിനെ പോലെ ഇനി ഷാഡോ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ലേ? ഈ സമയത്ത് സൂഹോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ ഓരോ ഫൈറ്റ് ചെയ്യുന്നിടത്ത് അവൻ ഫുള്ളി അവേക്കണാകുന്നുണ്ട്. അതായത് അവൻ്റെ പവേഴ്സ്, അവൻ്റെ എൻഡ്യൂറൻസ്, അവൻ്റെ ബോഡി എല്ലാം ലെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ അവേക്കണാകുന്നതിന് മുമ്പ് വെച്ച് നോക്കുന്നത് ഞാൻ ശരിക്കും ഓവർ പവർ ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ താങ്കൾ യൂസ് ചെയ്യുന്നത്, അത് സത്യം പറഞ്ഞാൽ ഒരു ബെറ്റർ വേർഷനാണ്. താങ്കളെ അച്ഛൻ യൂസ് ചെയ്ത് വെച്ച് നോക്കാൻ നേരത്ത് അത് സത്യം പറഞ്ഞാൽ താങ്കളെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവമാണ്. അത് യങ് മൊണാർച്ചിൻ്റെ ഗ്രോത്ത് എങ്ങനെയൊക്കെ വർദ്ധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ ഒരു സിസ്റ്റം സഹായിച്ചോളും. അങ്ങനെ സുഹോ ആ ഒരു റൂയിൻ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ആ പവറും കിട്ടുന്നുണ്ട്. ഷാഡോ എക്സ്ട്രാക്ഷൻ. നിലവിൽ അവന് 3 ഷാഡോസിന് മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവൻ ചോദിക്കുന്നുണ്ട്, സോ ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? പിന്നെ അല്ലാതെ ഈ കാണുന്ന കോപ്സിൽ നിന്നൊക്കെ താങ്കൾക്ക് ഷാഡോ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ ഞാനും ഇതേപോലത്തെ ഒരു ഷാഡോ സോൾജറാണ്. നിലവിലെ ഷാഡോ മൊണാർക്കായുള്ള സങ് ജിന്നുവിനെ അങ്ങനെയാക്കി മാറ്റിയതും ഈ ഒരു പവർ കാരണമാണ്. സോ നിലവിൽ ഞാൻ ഒരു നെക്രോമാൻസർ ആണല്ലേ, പക്ഷേ അതിനായിട്ട് ആദ്യം ഞാൻ ഇവരൊക്കെ ഹണ്ട് ചെയ്ത് കൊല്ലണം, എന്നിട്ട് വേണം അവരെനിക്ക് കൺട്രോൾ ചെയ്യാൻ. അതിനർത്ഥം എല്ലാവരും എന്നെക്കാട്ടും വീക്കറായിരിക്കും എന്നാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഹണ്ടർ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പവേഴ്സൊക്കെ വളരെ താഴ്ത്താണ് കിടക്കണമെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഷാഡോ എക്സ്ട്രാക്ഷൻ. പക്ഷേ അവനത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്, അവനൊരു കമാൻഡ് കൊടുക്കണം. അങ്ങനെ അവൻ അവസാനം പറയുന്നുണ്ട് എറൈസ്. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു പച്ച കൈ മുകളിലേക്ക് പൊങ്ങി വരും. എന്നിട്ട് 3 ഷാഡോ ഗോബ്ലിൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ റാങ്ക് നോർമലായിരുന്നു. ഇത് കാണുന്ന സുഹോ ഞെട്ടിപ്പോവും. സോ ഇതാണല്ലേ ഷാഡോ എക്സ്ട്രാക്ഷൻ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത്ര കൂളറൊന്നും അല്ല കേട്ടോ. ഇത് കേൾക്കാൻ നേരത്ത് ബാക്കിയുള്ള ഷാഡോസിന് സങ്കടം വരികയും ചെയ്യും. അവൻ പറയുന്നുണ്ട് ഇവരൊക്കെ ചെറുതാണല്ലോ. അതെ, താങ്കൾ യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത്, അത് ഇവരെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയാൻ നേരത്ത് അവർ കുറച്ച് വീക്കറും ആയിരിക്കും, അവർ ചെറിയ സ്മോളറും ആയിരിക്കും. പക്ഷേ ഇതുകൊണ്ട് എന്ത് ഗുണമായിരിക്കുന്നു? അവർ പറയുന്നത് ഒരു ദിവസം കഴിയാൻ നേരത്ത് ഇവരൊക്കെ മാഞ്ഞു പോകുന്നതാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ താങ്കൾക്ക് ശരിക്കും ഷാഡോ എക്സ്ട്രാക്ഷൻ ഇല്ലേ? ഇല്ല. ഓ കോപ്പ്, എനിക്ക് തോന്നുന്നു ഈ ഷാഡോ അതോറിറ്റിയൊക്കെ താങ്കളുടെ ഇൻ്റലിജൻസും സ്റ്റാറ്റും ലെവലും അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബെറു പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു കിടിലൻ സ്കില്ലാണ്, പക്ഷേ താങ്കൾക്കത് എന്ത് ചെയ്യാനാ? ബെറു ഡിപ്രസ് ആകുന്നും വേണ്ട, എനിക്കത് മനസ്സിലായി. അപ്പോഴാണ് സുഹയ്ക്ക് വിശക്കാൻ തുടങ്ങുന്നത്. അവൻ പറയുന്നുണ്ട് കോപ്പ് 2 ദിവസമല്ലേ കഴിച്ചിട്ട്. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സുഹോ ആ ഹോസ്പിറ്റലിലെ ഫുഡ് കഴിക്കുന്നതാണ്. അവൻ പറയുന്നുണ്ട് സോ ഹോസ്പിറ്റലിലെ ഫുഡൊക്കെ ഇത്രയധികം ടേസ്റ്റ് ആണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സോ യങ് മൊണാർച്ച്, ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് നിലവിൽ 3 റെസ്പോൺസിബിലിറ്റിയാണുള്ളത് താങ്കളുടെയും എൻ്റെയും ഇത് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ ഈ ഭൂമിനെ രക്ഷിക്കണം ആ മോൺസ്റ്റേഴ്സിൽ നിന്ന്. സോ നീ പറയുന്നത് ഡെഞ്ചൻസിൽ പോയി അവർ കിൽ ചെയ്യണമെന്നല്ലേ? അതെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ തന്നെ താങ്കൾ ഡെവലപ്പ് ആയിക്കോളൂ. താങ്കൾ ഡെവലപ്പ് ആകുന്ന കൂട്ടത്തിൽ എർത്ത് ഓൾറെഡി സേഫറായിട്ട് മാറിക്കോളും. രണ്ടാമത്തത്, നമുക്ക് എങ്ങനെ പോയാലും താങ്കളുടെ അമ്മേനെ കണ്ടുപിടിക്കണം. പക്ഷേ അതെന്തെങ്കിലും മാർഗമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ മോൺസ്റ്റേഴ്സിനൊക്കെ കൊന്നാൽ മതി, എന്തെങ്കിലും ക്ലൂസ് അവിടെ നിന്ന് തന്നെ കിട്ടുമെന്നാണ്. സോ ഏകദേശം രണ്ടും ഒരേ പാത്തിൽ തന്നെയാണ്. ആൻഡ് മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എൻ്റെ പവേഴ്സൊക്കെ ആദ്യം റിസ്റ്റോർ ചെയ്യണം. എനിക്ക് ഇഷ്ടമല്ല ഇത്ര വീക്കായിട്ടിരിക്കുന്നത്. അല്ല, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്ഷൻ. സത്യം പറഞ്ഞാൽ എനിക്കൊരാളുടെ ഇൻ്റലിജൻസും അവരുടെ മാജിക്കും കുറച്ചധികം കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പവർ ഞാനൊരു ഷാഡോ ആകുന്നതിന് മുമ്പ്. സോ ഷാഡോ മോണാർക്ക് അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ വേറെ വഴിയില്ല, അത് തന്നെ എനിക്ക് ചെയ്യണം. സോ അതിനർത്ഥം 3ൻ്റെ അവസാനം ഡെഞ്ചൻ തന്നെയാണ്. സോ നമുക്ക് എന്തായാലും പോയാലോ? പക്ഷേ താങ്കൾക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ആദ്യം ഒരു ഹണ്ടർ ആകണം. അതുകൊണ്ട് ഹണ്ടർ അസോസിയേഷനിൽ ചെന്ന് താങ്കളുടെ മെഷേഴ്സ്, അതായത് താങ്കളുടെ പവേഴ്സൊക്കെ ഒന്ന് മെഷർ ചെയ്യാൻ നോക്ക്. മാജിക് മെഷർമെൻറ്റ് ഞാനിത് കേട്ടിട്ടുണ്ട്. സോ ചിലപ്പോൾ ഞാനൊരു എസ് റാങ്കർ ആയിരിക്കുമെന്ന് പറഞ്ഞാണ് സുഹോ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് താങ്കളെ മാജിക് ലെവല് 46 അതിനർത്ഥം താങ്കളൊരു റാങ്ക് അവേക്കണ്ടാണെന്നാണ്. യങ് മാസ്റ്റർ വിഷമിക്കുന്ന വേണ്ട കാര്യം, ഒരാളുടെ ഹണ്ടറിൻ്റെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് അവരുടെ മാജിക്കൽ പവറാണ്. പക്ഷേ താങ്കളിപ്പോൾ താങ്കളുടെ സ്ട്രെങ്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് താങ്കളുടെ റാങ്കും താങ്കളുടെ സ്ട്രെങ്തും എന്തായാലും 2 തരത്തിലാണുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ വേവിലാതെ പെടണ്ട. ബെറു മതി, എനിക്ക് മനസ്സിലായി നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുവാണെന്ന്. പക്ഷേ എന്തായാലും ഷാഡോ അതോറിറ്റി ഉണ്ടല്ലോ, അതും എൻ്റെ റാങ്കിനെ എന്തായാലും ആട്ടെ, ഒരു റാങ്കിന് ഈ ഒരു എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നത്. അതൊന്നും ആലോചിക്കാൻ വേണ്ട, താങ്കളിപ്പോൾ ലെവലപ്പ് ആയാൽ മാത്രം മതി. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് റാങ്കും എഫ് റാങ്ക് ഹണ്ടേഴ്സിനും അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു ഗേറ്റിൽ കയറാൻ പറ്റത്തില്ല എന്നാണ്. മറ്റേതെങ്കിലും വഴി നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ പെട്ടെന്നാണ് സുഹോഗി ആ ഒരു ഐഡിയ കിട്ടിയത്. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഒരു ഡഞ്ചനിൽ മെയിനായിട്ട് 3 ടീംസാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെയുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ കൊല്ലുന്ന ക്ലീനിങ് ടീം. രണ്ടാമത് കളക്ടിങ് ടീം, അവരായിരിക്കും ഈ മോൺസ്റ്റേഴ്സിൻ്റെ ബോഡിയൊക്കെ കളക്ട് ചെയ്യുന്നത്. തേർഡാണ് മൈനിങ് ടീം, അവരായിരിക്കും അവിടുത്തെ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യുന്നത്. സോ ഒരു റാങ്ക് ഹണ്ടറിന് എങ്ങനെ പോയാലും ഒരു മൈനിങ് ടീമിലെങ്കിലും കയറി പറ്റാൻ പറ്റും. പിന്നെ കാണിക്കുന്ന സുഹോ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നതാണ്. അവൻ പറയുന്നുണ്ട്
താങ്ക്സ്. ഞാൻ എന്തായാലും ഇവിടേക്ക് കയറിയത് താങ്കളുടെ സഹായത്തോടെ കൂടിയാണ്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സുഹോൻ്റെ ടീച്ചർ ഉണ്ടല്ലോ, പുള്ളിക്കാരനായിരുന്നു. ആ ഒരു ഈ റാങ്ക് ടീച്ചർ ഉണ്ടല്ലോ, ആർട്ട് ടീച്ചർ, പുള്ളിക്കാരനായിരുന്നു. എന്നിട്ട് സുഹോ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് സുഹോ എന്നിട്ട് പുള്ളിക്കാരൻ തല കുനിച്ചിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ പേടിച്ചിട്ട് എനിക്ക് ഓടിപ്പോകാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സാർ, ഒന്ന് തല പൊക്കിക്കേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? താങ്കളൊരു ഈ റാങ്ക് ഹണ്ടറല്ലേ? ആ ഒരു ഹണ്ടർ അസോസിയേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, താങ്കളെ എന്നെയും പോലുള്ള ഈ റാങ്ക് ഹണ്ടേഴ്സ് ഈ മോൺസ്റ്റേഴ്സിനെ കാണാത്ത ഓടിപ്പോകാനാണ് പറയുന്നത്. എന്ത്? നീ ഒരു ഈ റാങ്ക് ആണെന്നോ? പിന്നല്ലാതെ എൻ്റെ ലെവൽ 46. 46? അത് എന്നെക്കാട്ടും താഴെയാണല്ലോ. പക്ഷേ അതൊരിക്കലും വരാൻ വഴിയില്ല. കാര്യം ഞാനന്ന് ക്ലിയർ ആയിട്ട് കണ്ടതാണ് സുഹോ ആ ഒരു മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങാനും എനിക്കത് തോന്നിയതായിരിക്കുമോ? ശരിയാണ്, തോന്നിയത് അങ്ങനെ ആയിരിക്കും മതി. ഒരു ഈ റാങ്ക് ഹണ്ടർ എങ്ങനെയാണ് ഒരു മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? അതെ, ഞങ്ങളുടെ യങ് മോണാർച്ച് ഇച്ചിരി അടിപൊളിയാണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കുന്നത്. ബെറുവിനെ കണ്ടിട്ട് കിടന്ന് കാറുന്നുണ്ട്. അയ്യോ, ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്? അല്ല, താങ്കളിപ്പോൾ വീക്കറാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും പുറത്ത് നിന്നാലേ, താങ്കളുടെ സൈഡിൽ നിന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് നിൻ്റെ പവറാണോ? അതെ. എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ഒരു ഈ റാങ്ക് ഇങ്ങനത്തെ പൈസയൊക്കെ കിട്ടുന്നത്? അല്ല, പക്ഷേ എനിക്കൊരു സ്കില്ലുണ്ട്, അത് റണ്ണ് സ്കില്ല് മാത്രമാണ്. സോ വെറുതെ അല്ല താങ്കളന്ന് ഓടിപ്പോയത്. സുഹോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, തമാശ പറഞ്ഞത്, വെറുതെ ഇതാക്കണ്ട. ഈ സമയത്ത് സുഹോ ആ ഒരു ഡഞ്ചൻ്റെ അകത്തേക്ക് നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, സോ ഇതായിരിക്കും ഒരു ഡഞ്ചൻ. ഇത് ഷാഡോ ഡഞ്ചൻ വെച്ച് നോക്കാനകത്ത് കുറച്ചധികം വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിനകത്ത് എങ്ങനത്തെ മോൺസ്റ്റേഴ്സ് ആയിരിക്കും ഉള്ളത്? അവർക്ക് എങ്ങനത്തെ മോൺസ്റ്റേഴ്സിനെക്കാട്ടും ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ അവിടെയുള്ള ഹണ്ടേഴ്സൊക്കെ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നുണ്ട്, ഇതിനെ വെച്ചിട്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പെട്ടെന്നാണ് അവിടെ ഉണ്ടാകുന്നത് ഒരു വഴി കണ്ടുപിടിക്കുന്നത്. അവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അതെന്താ പറയുക, ഒരു റൂയിൻസ് ആയിരുന്നു. അതിൻ്റെ അകത്തേക്ക് കയറാൻ നേരത്ത് ആ ഒരു ദൂരത്ത് ഒരു സാധനം കാണുന്നുണ്ട്. അത് ഒരു സോഡായിരുന്നു. അത് കൊള്ളാം, ഒരു ഡഞ്ചൻ്റെ അകത്ത് ഒരു ട്രഷർ ഉണ്ടല്ലേ. മാറി നിൽക്കി, ഞാനും നോക്കാതെ പറഞ്ഞിട്ട് ഒരു ഹണ്ടർ കയറി ആ ഒരു സാധനത്തെ കയറി പിടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ്റെ ചുറ്റിനും എന്താ പറയുക, ഒരു ചോരക്കളം പോലെയാകും. അവനെ ആരണ്ടൊക്കെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സോഡിൻ്റെ പവർ മുകളിലേക്ക് ഉയരാനും തുടങ്ങും. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ട്രാപ്പൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ, ആർക്കാടാ ഇത്ര ധൈര്യം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ തല വെട്ടിക്കളയുവാണ് ആ ഒരു ഹണ്ടർ. കണ്ടു നിന്ന എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി. മോണാർക്ക് ഓഫ് ദി ഫാങ്സിന്റെ സോഡിൽ തൊടാൻ ഇവിടെ ആർക്കടാ ധൈര്യം എന്നാണ് അവനിപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങൾ ആൻമി കാണുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.